अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇൻഷാ അല്ലാഹു തആല അടുത്ത വെള്ളിയാഴ്ച മുതൽ ജൽസ സാലാന UK ആരംഭിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജൽസയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് അതിഥികൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. ജൽസയുടെ ദിവസങ്ങൾ അടുത്തു വരുന്നതനുസരിച്ച് അടുത്തും വിദൂരത്തുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥികളുടെ വരവിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബ്രിട്ടനിലെ മറ്റു നഗരങ്ങളിൽ നിന്നും അതിഥികൾ വരാൻ തുടങ്ങും. ജൽസയുടെ അതിഥികളിൽ അഹമ്മദികളെ കൂടാതെ അവർ ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനു വേണ്ടി വരുന്നവരാണ്. ഇപ്പോൾ അതിഥികളിൽ ബ്രിട്ടനെ കൂടാതെ മറ്റു ചില രാജ്യങ്ങളിൽ നിന്ന് അനഹ്മദികളും അമുസ്ലിങ്ങളും ആയ അതിഥികളും വരുന്നു. അതിൽ ചില രാജ്യങ്ങളുടെ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസർമാർ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ സ്വാധീന ശക്തിയുള്ള ആളുകളും ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പ്രസ്സും മീഡിയയുമായി ബന്ധപ്പെട്ട ആളുകളും വരുന്നതിൽ ഇപ്പോൾ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വരുന്ന അന്യർ എല്ലാവരും വളരെ സൂക്ഷ്മദൃഷ്ടിയോടുകൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. പൊതുവിൽ അവർ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വ്യവസ്ഥിതിയെ കാണുമ്പോൾ അതെല്ലാം തന്നെ സന്നദ്ധ സേവനപരമായ സംവിധാനമാണ്. അങ്ങനെ ഈ കാര്യം പിന്നീട് തബ്ലീഗിനുള്ള കൂടുതൽ മാർഗങ്ങൾ തുറക്കുന്നു, കൂടുതൽ പരിചയം ഉണ്ടാകുന്നു, അഹമ്മദിയത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനായി പരിശ്രമിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജോലി ചെയ്യുന്ന വളണ്ടിയർമാർ സ്ത്രീകളും പുരുഷന്മാരും ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടികളും ഒരു നിശബ്ദ തബ്ലീഗായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസ് മുഖേന അഹമ്മദിയത്തിന്റെ പരിചയം ലോകത്തിന്റെ കോണുകളോളം വലിയ വിശാലമായ നിലയിൽ വ്യാപിക്കുന്നു. ഇപ്പോൾ പ്രസിന്റെ ശ്രദ്ധ സാധാരണ ദിവസങ്ങളിലും ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് കാരണം ജമാഅത്തിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി ഇവിടെ യൂറോപ്പിൽ ചില തീവ്രവാദത്തിന്റെ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം
ജമാഅത്തിലെ അംഗങ്ങൾ അതിൽ സ്ത്രീകളും ഉൾപ്പെടും, പുരുഷന്മാരും ഉൾപ്പെടും. അവർ ഇസ്ലാമിന്റെ ശരിയായ സന്ദേശം ലോകത്തിന് നൽകുന്നതിനു വേണ്ടി പരിശ്രമിച്ചു. ഈ സംഭവങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രസ് സെക്ഷനും ഇതിൽ വലിയ പങ്ക് വഹിച്ചു. നമ്മുടെ മുറബിമാരുടെ വളരെയധികം ഇന്റർവ്യൂകൾ വന്നുകൊണ്ടിരുന്നു. ജമാഅത്തിനെ ഇസ്ലാമിന്റെ സമാധാനപ്രിയമായ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ പ്രസ് ലോകത്ത് വിശാലമായ നിലയിൽ പരിചയപ്പെടുത്തി. ഈ സംഭവങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ജമാഅത്തിന്റെ പരിചയവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും ജൽസയുടെ ദിവസങ്ങളിലും അള്ളാഹു ഇത് മുഖേന, അതായത് ജൽസ മുഖേന ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള ഒരു വിശാലമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ജൽസയുടെ പരിപാടികളും പ്രസംഗങ്ങളും മുഖേന അഹ്മദികൾ ആത്മീയതയിൽ പുരോഗതി കൈവരിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം, പഠിക്കാനായി വരുന്നതോടൊപ്പം അനഹ്മദികളായ അതിഥികളും പ്രസ്സും വൈജ്ഞാനികവും വിശ്വാസപരവുമായ നിലയിൽ നമ്മുടെ അധ്യാപനങ്ങൾ കേൾക്കുന്നതോടൊപ്പം പൊതുവായ നിലയിൽ ജൽസയുടെ അന്തരീക്ഷം അഹ്മദി സ്ത്രീകളുടെയും കുട്ടികളുടെയും സന്നദ്ധ സേവനവും അതിഥി സൽക്കാരത്തിന്റെ വികാരാവേശത്തിൽ അവർ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളുടെ കർമ്മപരമായ പ്രകടനവും അവർ ദർശിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇത് തബ്ലീഗിന്റെ വലിയ ഒരു മാർഗം ആണ്. സന്നദ്ധ സേവകരായ പ്രവർത്തകരുടെ പങ്ക് ഒരു വലിയ പങ്കാണ്. പ്രവർത്തകർ എവിടെ ഏതു നിലയിലാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം ഒരു സാധാരണ വോളണ്ടിയർ ആയ പ്രവർത്തകൻ മുതൽ വകുപ്പിന്റെ തലവൻ വരെ എല്ലാവരും മുന്നിൽ വെക്കേണ്ടതാണ്. ഒരു സാധാരണ വോളണ്ടിയർ ആയ പ്രവർത്തകൻ അത് വെള്ളം നൽകുന്ന ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ തന്നെയും അവന്റെ പെരുമാറ്റം ഒരു താല്പര്യത്തോടുകൂടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നത് അവനെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവൻ ആക്കി തീർക്കുന്നതോടൊപ്പം അത് അന്യരെയും സ്വാധീനിക്കപ്പെടുന്നു. അതിന്റെ പ്രകടനം ജൽസയിൽ പങ്കെടുക്കുന്ന അതിഥികൾ നടത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതിഥികളെ കൂടാതെ വകുപ്പ് തലവന്മാർ അവരും ഓർക്കേണ്ടതാണ്. കേവലം തങ്ങളുടെ പ്രവർത്തകരെയും വാളണ്ടിയർമാരെയും മാത്രം സേവനം ചെയ്യുന്നവരാണ് എന്ന് മനസ്സിലാക്കി അവരെ കൊണ്ട് മാത്രം ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക. മറിച്ച് സ്വയം വിനയത്തോടുകൂടി ഒരു വാളണ്ടിയറെ പോലെ, ഒരു സാധാരണ പ്രവർത്തകനെ പോലെ ജോലി ചെയ്യാൻ ശ്രമിക്കുക. തങ്ങളുടെ പ്രവർത്തകരോട് അതുപോലെ തന്നെ മറ്റുള്ളവരോടും അതിഥികളോടും തങ്ങളുടെ പെരുമാറ്റ രീതി മൃദുലവും സഹകരണ മനോഭാവത്തിലുള്ളതും ആക്കി തീർക്കുക. മുഖത്ത് വിനയത്തിന്റെയും മൃദുലതയുടെയും അടയാളം കാണാൻ സാധിക്കണം. നാവിൽ മൃദുലതയും സ്വഭാവത്തിന്റെ ഉന്നത നിലവാരത്തിന്റെ പ്രകടനവും ഉണ്ടായിരിക്കണം. എപ്പോഴും ഓർക്കേണ്ടതാണ്, അതിഥി സൽക്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് കേവലം ഭക്ഷണം കഴിപ്പിക്കലും വെള്ളം കുടിപ്പിക്കലും മാത്രമല്ല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി താമസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നത് മാത്രമല്ല. മറിച്ച് ജൽസ സാലാനയുടെ എല്ലാ വകുപ്പുകളും അതിഥി സൽക്കാരമാണ്. അതിന്
എന്ത് തന്നെ പേര് നൽകിയാലും ശരി, ജൽസയിൽ ആര് തന്നെ വന്നാലും അവർ അതിഥികളാണ്. അവരുടെ ആവശ്യത്തെ ശ്രദ്ധിക്കുക എന്നത് തങ്ങളുടെ ലഭ്യമായ സാമഗ്രികളിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്നത് ജൽസ സാലാനയുടെ ഏതെങ്കിലും ഡ്യൂട്ടിക്കായി നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ കടമയായിട്ടുള്ളതാണ്. ഇതിനായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വികാരാവേശം ഒരു സ്ഥലത്ത് ഇപ്രകാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു പ്രവർത്തന രൂപരേഖയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ പറഞ്ഞു, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു, ഒരതിഥിക്കും ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്നല്ല, അതിനായി എപ്പോഴും താക്കീത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാധ്യമാകുന്നിടത്തോളം അതിഥികൾക്ക് സുഖം പ്രദാനം ചെയ്യുക. പറയുന്നു, അതിഥിയുടെ ഹൃദയം കണ്ണാടി പോലെ മൃദുലമായതായിരിക്കും. ഒരു ചെറിയ പരിക്ക് ഏൽക്കുന്നത് കൊണ്ട് അത് പൊട്ടിപ്പോകുന്നു. ഈ കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രകൃതത്തിൽ ഫലം പ്രയോഗിച്ചുകൊണ്ടും അഥവാ ചില സമയത്ത് അത്തരം അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ നാം അതിഥികൾക്ക് സുഖവും എളുപ്പവും എത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ വകുപ്പിലെയും തലവന്മാരോട് ഞാൻ പറയും, അഥവാ അവരുടെ പെരുമാറ്റം മൃദുലമായതാണ് എങ്കിൽ, അവരുടെ സ്വഭാവം നല്ലതാണ് എങ്കിൽ, അവരിൽ ക്ഷമയുടെ ശീലമുണ്ട് എങ്കിൽ, അവരിൽ ഉചിതമല്ലാത്ത കാര്യം കേൾക്കാനുള്ള ഹൃദയവിശാലത ഉയർന്ന നിലയിലുണ്ട് എങ്കിൽ, അവരുടെ സഹായികളും വോളണ്ടിയർമാരും അത്തരം പെരുമാറ്റവും പ്രകടനവും തങ്ങളുടെ അതിഥികളോട് കാണിക്കുന്നവരായിരിക്കും. അതിഥി സൽക്കാരത്തിന്റെ ഉന്നതമായ മാതൃക സ്ഥാപിക്കുന്നവരായിരിക്കും. എന്നാൽ വകുപ്പ് തലവന്മാരുടെ മുഖങ്ങളിൽ കാഠിന്യവും സംസാരത്തിൽ ദ്വേഷവും കാര്യങ്ങൾ ശ്രദ്ധയോട് കേൾക്കാതിരിക്കുകയും സഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ശീലമാണ് ഉള്ളത് എങ്കിൽ അവരുടെ സഹായികളും വളണ്ടിയർമാരും അതുപോലെ തന്നെ പെരുമാറുന്നവരായി തീരും. അതിഥി സൽക്കാരത്തിന്റെ ഉന്നത നിലവാരം സ്ഥാപിക്കുന്നതിനായി എല്ലാ വകുപ്പുകളുടെയും തലവന്മാർ തങ്ങളുടെ അവസ്ഥകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. വിനയവും എളിമയും പാരമ്യത്തിൽ എത്തിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ഞാൻ പറഞ്ഞതുപോലെ 1-2 വകുപ്പുകൾ മാത്രമല്ല അതിഥി സൽക്കാരത്തിന് കീഴിൽ വരുന്നത്, മറിച്ച് ജൽസ സാലാനയുടെ എല്ലാ വകുപ്പുകളും തന്നെ അതിഥി സൽക്കാരത്തിന്റെ വകുപ്പിൽപ്പെട്ടതാണ്. അത് താമസത്തിന്റെ വകുപ്പാകട്ടെ, ഭക്ഷണം പാകം ചെയ്യുന്ന വകുപ്പാകട്ടെ, ഭക്ഷണം കഴിപ്പിക്കുന്നതിനുള്ള സംവിധാനമാകട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിന്റെ വകുപ്പാകട്ടെ, അല്ലെങ്കിൽ ശുചിത്വത്തിന്റെയും ബാത്റൂമുകളുടെയും വകുപ്പാകട്ടെ, അതും അല്ലെങ്കിൽ ഡോക്ടർമാരും പാരാമെഡിക്കൽസും ഉൾപ്പെടുന്ന ആരോഗ്യത്തിന്റെ വകുപ്പാകട്ടെ, അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കുന്നവരാകട്ടെ, ഖുദ്ദാം ഡ്യൂട്ടി നൽകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഡ്യൂട്ടി നൽകുന്നു, അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ വകുപ്പ്, അതുകൂടാതെ മറ്റു വകുപ്പുകൾ, എല്ലാ വകുപ്പുകളും അവരവരുടെ വൃത്തത്തിൽ ആതിഥേയരാണ്. താമസ സൗകര്യത്തിന്റെ ആളുകൾ ഓർക്കേണ്ടതാണ്, ഒന്നിച്ചുള്ള താമസ സ്ഥലത്തും ടെന്റുകളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉള്ള ബെഡിങ്ങിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായും ഇപ്പോൾ ചൂടുകാലമാണ്, എന്നാൽ രാത്രിയിൽ കാലാവസ്ഥ പെട്ടെന്ന് തണുക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാ ജൽസ നടക്കുന്ന ഹദീഖത്തുൽ മഹദിയിൽ ലണ്ടനെ അപേക്ഷിച്ച് പൊതുവെ തന്നെ 4-5 ഡിഗ്രി ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് ആരാണോ തങ്ങൾക്ക് കിടക്കാനുള്ള സംവിധാനം ഒരുക്കി വരുന്നത്, ചിലർ തങ്ങളുടെ ടെന്റുകളും കൂടെ കൊണ്ടുവരാറുണ്ട്, അവർ ഈ കാര്യം മുന്നിൽ വെക്കേണ്ടതാണ്. രാത്രിയിൽ കിടക്കാനുള്ള നല്ല സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ അനുഭവം ഇതാണ്. കുട്ടികളുള്ളവർ രാത്രിയിൽ കാലാവസ്ഥ തണുപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ പ്രയാസപ്പെടുന്നു.
അതുപോലെ തന്നെ ഭക്ഷണം കഴിപ്പിക്കുന്നവർ അവർക്ക് അതിഥികളുമായി നേരിട്ട് ബന്ധമുണ്ട്. അവരെ ഞാൻ എല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. ഭക്ഷണം നൽകുമ്പോൾ, പ്ലേറ്റുകളിൽ നൽകുമ്പോൾ അതിഥികളുടെ ഇഷ്ടവും നോക്കുക. എന്നിരുന്നാലും ഇതിൽ വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകും. എന്നിരുന്നാലും പരിശ്രമിക്കുക. എത്രത്തോളം നൽകാൻ സാധിക്കുമോ നൽകുക. ഇനി അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള നിർബന്ധിതാവസ്ഥ ഉണ്ടെങ്കിൽ അതിന് നല്ല നിലയിൽ മറുപടി നൽകുക, കാഠിന്യത്തോടുകൂടി മറുപടി നൽകുന്നതിന് പകരം. അത് മുഖേന മറ്റുള്ളവരുടെ വികാരത്തിന് പ്രയാസം ഉണ്ടാകരുത്. ഈ വർഷം ജൽസയുടെ സംവിധാനത്തിന് കീഴിൽ ഭക്ഷണത്തിന്റെ പ്ലേറ്റുകൾ മാറ്റിയിട്ടുണ്ട്. മുമ്പ് ഉപയോഗിച്ചിരുന്ന പ്ലേറ്റുകൾ, അതിനെക്കുറിച്ച് പറയുന്നത് അത്തരം പ്ലേറ്റുകളിൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിന് മുകളിലുള്ള ഭക്ഷണം നൽകാൻ പാടില്ല. അതിൽ നിന്ന് ചില വിഷാംശങ്ങൾ അടങ്ങിയ കെമിക്കലുകൾ പുറത്തുവരും. നമ്മുടെ ഭക്ഷണം വളരെ ചൂടുള്ളതായിരിക്കും. അതുകൊണ്ട് അഫ്സർ ജൽസ സാലാന എനിക്ക് ഈ വർഷം ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ കാണിച്ചു തന്നു. അത് പ്രത്യേക തരത്തിലുള്ള പേപ്പറിൻ്റെതാണ്. അതുകൊണ്ട് ഭക്ഷണം നൽകുന്നവരും സൂക്ഷിക്കുക. അഥവാ കനം കുറവാണ് എങ്കിൽ 2 പ്ലേറ്റുകൾ ഒരുമിച്ച് ഉപയോഗിക്കുക. ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്കും ഇതിനെക്കുറിച്ച് ജൽസ സാലനയുടെ വകുപ്പ് ശരിയായ മാർഗദർശനം നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിന്റെ സംവിധാനവും ഒരു സുപ്രധാന വ്യവസ്ഥിതിയാണ്. ഇപ്രാവശ്യം ദൂരത്ത് പാർക്കിംഗ് ആയത് കാരണം കൂടുതലായി ഷട്ടിൽ ബസ്സുകളുടെ സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെയും ജൽസ സാലനയുടെ സംവിധാനത്തിന് വളരെയധികം പ്രവർത്തന നിരതമാക്കേണ്ടതായിട്ടുണ്ട്. ആളുകൾക്ക് സമയത്തിന് തന്നെ ജൽസയിൽ എത്താൻ സാധിക്കുന്നതിന് വേണ്ടി കാറുകളിൽ വരുന്ന അതിഥികളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ പാർക്കിംഗ് ദൂരത്ത് ആകാം, ജൽസഗായിൽ നിന്ന് വളരെയധികം ദൂരത്തിലുമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമയത്തിന്റെ മാർജിൻ വെച്ചുകൊണ്ട് തങ്ങളുടെ യാത്ര ആരംഭിക്കുക. അതുപോലെ തന്നെ മറ്റു വകുപ്പുകളുമുണ്ട്. എല്ലാവർക്കും തങ്ങളുടെ ജോലിയുടെ രീതിയും തങ്ങളുടെ പ്രവർത്തകരുടെ ശിക്ഷണവും അതിഥികൾക്ക് ഏറ്റവും കൂടുതലായി സൗകര്യം നൽകുന്നതിനുമുള്ള ചിന്തയോടുകൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ഖിദ്മത്തെ ഖൽക്കിന്റെയും സെക്യൂരിറ്റിയുടെയും പ്രവർത്തകരും മുമ്പത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തിലെ ഇന്നത്തെ അവസ്ഥ മുന്നിൽ വെക്കുമ്പോൾ അതോടൊപ്പം തന്നെ അതിഥികളുടെ ആത്മാഭിമാനവും വികാരവിചാരങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഈ ജോലി ചെയ്യേണ്ടത്. കാർഡ് ചെക്ക് ചെയ്യുന്നതും മറ്റു ചെക്കിങ്ങും സ്കാനിംഗ് മുതലായവയിലും ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ പരിപൂർണ ശ്രദ്ധ നൽകേണ്ടതായി വരും. പരിപൂർണ ശ്രദ്ധയോടുകൂടി ചെക്ക് ചെയ്യേണ്ടതായി വരും. അഥവാ ഓരോ പ്രാവശ്യവും ഒരു വ്യക്തി പുറത്തു പോകുന്നുണ്ടെങ്കിൽ അകത്തു വരുമ്പോൾ അയാളെ ചെക്ക് ചെയ്യണം. എന്നാൽ ഈ കാര്യവും ശ്രദ്ധിക്കണം, അവർക്ക് ഒരിക്കലും തന്നെ ഈ ഒരു ചിന്ത ഉണ്ടാകരുത്, തോന്നലുണ്ടാകരുത് അവരെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മോശമായി പെരുമാറുകയാണ്. ഏതായിരുന്നാലും ജൽസയുടെ സംവിധാനം അത്തരത്തിലുള്ള സംവിധാനമാണ്. അത് നാം താൽക്കാലികമായി ചെയ്യുന്നതാണ്. എനിക്ക് നല്ലവണ്ണം അറിയാം, ജൽസയുടെ ഈ താൽക്കാലിക സംവിധാനം ആയത് കാരണം തെറ്റുകളും കുറവുകളും ഇല്ലാതാവുകയില്ല. എന്നാൽ സ്ഥിരമായ സംവിധാനങ്ങളിൽ പോലും കുറവുകളും വീഴ്ചകളും ഉണ്ടാകാറുണ്ട്. എന്നാൽ നാം പരിശ്രമിക്കണം, ഏതുവരെ നമുക്ക് നമ്മുടെ കഴിവും ശക്തിയും സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് അതിഥികൾക്ക് സൗകര്യം ഒരുക്കുന്നതിനായി സംവിധാനം ചെയ്യാൻ സാധിക്കുമോ ചെയ്യണം. ജൽസ സാലാനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികൾ ആണ്.
ഹദ്റത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികൾ ആയത് കാരണം നാം എല്ലാ അതിഥികളെയും പ്രത്യേക അതിഥികളായി മനസ്സിലാക്കണം. അവരുടെ അതിഥി സൽക്കാരത്തിൽ പൂർണ്ണമായ നിലയിൽ പരിശ്രമിക്കണം. ജൽസ സാലാനയുടെ സംവിധാനത്തിന് കീഴിൽ ഒരു വകുപ്പ് ഇപ്രകാരവും ഉണ്ട്. മേൽനോട്ടത്തിന്റെ വകുപ്പ്. അവർ ഇൻസ്പെക്ഷനും മറ്റും നടത്താറുണ്ട്. വിവിധ വകുപ്പുകളുടെ അതിലെ പ്രവർത്തകർ വകുപ്പുകൾ പരിശോധിച്ചുകൊണ്ട് കുറവുകളിലേക്ക് തങ്ങളുടെ വകുപ്പ് തലവന്മാർ മുഖേന ജൽസ സാലാനയുടെ സംവിധാനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. എന്നാൽ ഓരോ വകുപ്പിലെയും തലവന്മാരും തന്റെ വകുപ്പിലെ കുറവുകൾ നോക്കുന്നതിനു വേണ്ടി കുറച്ചാളുകൾക്ക് ഡ്യൂട്ടി ഏൽപ്പിക്കുക. അവർ തങ്ങളുടെ വകുപ്പിലെ കുറവുകളും കൂടുതലും പരിശോധിച്ച് വൈകുന്നേരം തങ്ങളുടെ വകുപ്പ് തലവന് റിപ്പോർട്ട് നൽകുക. അത് മുഖേന ജൽസക്കിടക്കും വരുന്ന വർഷങ്ങളിലും മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ സഹായം ലഭിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിലേക്കും പരിശോധനയിലേക്കും ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറയുകയുണ്ടായി, ലങ്കറിന്റെ സംവിധാനം നടത്തുന്ന ആൾ അതിഥികളുടെ ആവശ്യങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. എന്നാൽ അയാൾ ഒറ്റ ആളാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. ചില കാര്യങ്ങൾ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കും. അതുകൊണ്ട് മറ്റൊരാൾ ഓർമ്മപ്പെടുത്തുക. ഓർമ്മപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല രീതി ഇതാണ്. തലവൻ സ്വയം ആരെയെങ്കിലും ഈ ഓർമ്മപ്പെടുത്തലിനായി നിശ്ചയിക്കുക. അയാൾ പരിശോധിച്ചു കൊണ്ടിരിക്കുക എവിടെയെല്ലാമാണ് കുറവുകൾ ഉള്ളത്. ധനികരെയും ദരിദ്രരെയും ഒരേപോലെ സൽക്കരിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് മാർഗദർശനം നൽകുന്നതിന് വേണ്ടി വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോലും നമ്മുടെ ശ്രദ്ധ തിരിക്കുകയുണ്ടായി. വളരെ സൂക്ഷ്മമായ തലത്തിൽ അതിഥി സൽക്കാരത്തിന്റെ രീതി പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഒരവസരത്തിൽ പറഞ്ഞു, പുതുതായി വരുന്ന അറിവില്ലാത്ത ആളുകൾ, അതായത് വരുന്ന അതിഥികൾ, അവർക്ക് പൂർണ്ണമായ അറിവുണ്ടാവുകയില്ല. ഇവിടെയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് പല പുതിയ അതിഥികളും വരുന്നു. പറയുന്നു, അവരുടെ എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുക എന്നത് നമ്മുടെ കടമയാണ്. പറയുന്നു, ചിലപ്പോൾ ഒരാൾക്ക് ടോയ്ലറ്റ് എവിടെയാണ് എന്ന് പോലും അറിയുകയില്ല. അപ്പോൾ അയാൾക്ക് വളരെയധികം പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അതിഥികളുടെ ആവശ്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടുന്ന് പറഞ്ഞു, ആരെയാണോ അത്തരം ജോലികൾക്കായി പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിനിധികളാക്കിയിരിക്കുന്നത്, ഒരുവിധത്തിലുള്ള പരാതിയും ഉണ്ടാകാതിരിക്കുക എന്നത് അവരുടെ കടമയാണ്. കാരണം ആളുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് മൈലുകൾ ദൂരം യാത്ര ചെയ്തുകൊണ്ടാണ് ആത്മാർത്ഥതയും കൂറും കൊണ്ട് സത്യാന്വേഷണത്തിനായി വന്നിട്ടുള്ളത്. ഈ കാര്യം അവിടുന്ന് അന്യരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും തങ്ങളുടെ ആളുകളുടെ അതിഥി സൽക്കാരത്തെക്കുറിച്ചും ജൽസയുടെ അതിഥി സൽക്കാരത്തെക്കുറിച്ചും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കും. അതിൽ അവിടുന്ന് വളരെയധികം ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ അനഹമ്മദികളായ അതിഥികൾ അല്ലെങ്കിൽ പ്രസിന്റെ പ്രതിനിധികൾ നമ്മുടെ ജൽസയിൽ പങ്കെടുക്കുന്നു. അവർ പൊതുവിലുള്ള പെരുമാറ്റവും പരിശോധിച്ചു കൊണ്ടിരിക്കും. എല്ലാ വകുപ്പുകളിലെയും പ്രവർത്തകരുടെ നല്ല സ്വഭാവത്തിന്റെ നിലവാരം വളരെ വിശാലമായിരിക്കേണ്ടതാണ്. അതുപോലെ മറ്റൊരവസരത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ തത്വം അനുസരിച്ച് അഥവാ ഏതെങ്കിലും ഒരു അതിഥി വരികയും ചീത്ത വിളി വരേക്കും അവസ്ഥ എത്തുകയാണെങ്കിൽ പോലും അത് സഹിക്കേണ്ടതാണ്. അതിഥിയുടെ കഠിനമായ പെരുമാറ്റവും സഹിക്കേണ്ടതാണ്. അവർ അന്യരാകട്ടെ സ്വന്തക്കാരാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിസൽക്കാരത്തിന്റെ നിലവാരം എഴുതുന്ന ആൾ
ഒരു പരാമർശം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആല ഹസ്രത്ത് ഹുജ്ജത്തുള്ള മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥി സൽക്കാരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഉന്നതനും സജീവവുമായ മാതൃകയാണ്. എഴുതുന്നു: ഏതൊരു കൂട്ടർക്കാണോ വളരെ കൂടുതലായി അങ്ങയുടെ സഹവാസത്തിൽ താമസിക്കാൻ അവസരം നേരിട്ടിട്ടുള്ളത് അവർ നല്ലവണ്ണം അറിയും. ഒരു വിധത്തിലുള്ള അതിഥിക്കും അവർ ജമാഅത്തിൽ പ്രവേശിച്ചവരാകട്ടെ പ്രവേശിക്കാത്തവരാകട്ടെ, അതായത് അഹമ്മദികളാകട്ടെ അഹമ്മദികളല്ലാതിരിക്കട്ടെ, അതിഥിക്ക് അല്പം പോലും പ്രയാസം ഹുസൂറിനെ അസ്വസ്ഥപ്പെടുത്തുമായിരുന്നു. എഴുതുന്നു: മുഖ്ലിസീങ്ങളായ ജമാഅത്ത് അംഗങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ആത്മാവിൽ അതിൽ കൂടുതലായി ആവേശവും സ്നേഹവും ഉണ്ടാകും. അഹമ്മദികളായ മുഖ്ലിസീങ്ങൾക്ക് വേണ്ടി അധികവും ആവേശവും സ്നേഹവും ഉണ്ടാകും. ഈ ആവേശവും സ്നേഹവും നമുക്ക് ജൽസയിൽ വരുന്ന അതിഥികൾക്ക് വേണ്ടി കൂടുതലായി കാണിക്കേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിഥിയെ ആദരിക്കുന്നതിനെ കുറിച്ചും നമ്മോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് ഒരു റിവായത്തിൽ വരുന്നു: റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നതിനായി 3 കാര്യങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒന്നാമതായി നല്ല കാര്യങ്ങൾ പറയുകയോ നിശബ്ദരായിരിക്കുകയോ ചെയ്യുക. തന്റെ അയൽവാസിയെ ആദരിക്കുക. 3-ാമത്തെ കാര്യം ഇതാണ്: തങ്ങളുടെ അതിഥികളെ ആദരിക്കുക. അതിഥിയെ ആദരിക്കുക എന്നതും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നതിനു വേണ്ടിയുള്ള നിബന്ധനകളിലെ ഒരു നിബന്ധനയാണ്. അതുകൂടാതെ മറ്റനേകം നിബന്ധനകളുണ്ട്. അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഈമാന്റെ ഉന്നത നിലവാരത്തിനായി അതിഥി സൽക്കാരവും നിർബന്ധ നിബന്ധനയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതിഥി സൽക്കാരത്തെ കുറിച്ച് ഇതുകൂടി പറയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികളുടെ മതപരമായ അവസ്ഥയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ശിക്ഷണ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഒരു റിവായത്തിൽ വരുന്നു: അവിടുന്ന് വന്ന അതിഥികൾക്ക് ഭക്ഷണവും മറ്റും നൽകിയതിനു ശേഷം അതിഥികളെ അവരുടെ ആഗ്രഹപ്രകാരം പള്ളിയിൽ ഉറങ്ങാനായി പറഞ്ഞയച്ചു. പിന്നീട് രാവിലെ സുബഹി നമസ്കാരത്തിനായി എല്ലാവരെയും ഉണർത്തി. ജൽസയിൽ തർബിയത്ത് വകുപ്പുണ്ട്. അതും ഇതിനു വേണ്ടിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിഥികളെ നമസ്കാരത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുകയും സുബഹയ്ക്കും തഹജ്ജുദിനും ഉണർത്തുക, എന്നാൽ മൃദുലതയോടും സ്നേഹത്തോടും കൂടി. ഏതായിരുന്നാലും അതിഥികളെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളായിരുന്നു ഇത്. അള്ളാഹു എല്ലാ പ്രവർത്തകർക്കും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളെ നല്ല നിലയിൽ സേവിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഞാൻ 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. ഒന്നാമത്തേത് ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മകൻ സയ്യദ് മഹ്മൂദ് അഹമ്മദ് സാഹിബിന്റേതാണ്. അദ്ദേഹം ജൂലൈ 13-ന് ഏകദേശം 92-ാമത്തെ വയസ്സിൽ ലാഹോറിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഹസ്രത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ മൂത്ത മകനായിരുന്നു. ഈ വിധത്തിൽ ഹസ്രത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് അമ്മാജാൻ അദ്ദേഹത്തിന്റെ അമ്മായി ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിവാഹം ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിന്റെ ചെറിയ മകളുമായി നടന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും ചെറിയ മരുമകനും ആയിരുന്നു. ഹസ്രത്ത് ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 2 വിവാഹം കഴിച്ചിരുന്നു. ആദ്യ വിവാഹം ഹസ്രത്ത് ഷൗക്കത്ത് സുൽത്താൻ സാഹിബുമായി ആയിരുന്നു. അത് 1906-ലാണ് നടന്നത്. അതിൽ മക്കൾ ഉണ്ടായിരുന്നില്ല. 2-ാമത്തെ വിവാഹം അദ്ദേഹം അമത്തുൽ ലത്തീഫ് സാഹിബുമായി 1917-ൽ നടന്നു. അവർ ഹസ്രത്ത് മിർസ മുഹമ്മദ് ഷഫി സാഹിബ് ദഹ്ലവി മുഹാസിബ് സദർ അഞ്ജുമൻ അഹമ്മദിയായുടെ മകൾ ആയിരുന്നു. ഇദ്ദേഹത്തിന് അതിൽ 3 ആൺമക്കളും 1 മകളും ഉണ്ടായിരുന്നു.
ഇദ്ദേഹം കാദിയാനിൽ നിന്ന് 1939 മെട്രിക് പാസ്സായി. പിന്നീട് ഗവൺമെന്റ് കോളേജ് ലാഹോറിൽ നിന്ന് BSc പരീക്ഷ എഴുതി. പിന്നീട് 1943 എയർഫോഴ്സിൽ ഫ്ലൈറ്റ് കാരിയറായി ഉൾപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ അമത്തുൽ ലത്തീഫ് സാഹിബ ബഷീർ അഹമ്മദ് സാഹിബിന്റെ മകളാണ്. 3 ആൺമക്കളും ഒരു മകളുമുണ്ട്. ഒരു മകൻ ഹാഷിം അക്ബർ സാഹിബ് ഇവിടെ ഹാർട്ടിലെ പൂളിലെ നമ്മുടെ ജമാഅത്തിന്റെ സദറാണ്. മകൾ ഡോക്ടർ ആയിഷ, ഇവർ അമേരിക്കയിലാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ഇദ്ദേഹം തന്റെ ജീവിത സംഭവങ്ങൾ സ്വയം ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. 1943 വ്യോമസേനയിൽ പ്രവേശിച്ചു. ലോക മഹായുദ്ധത്തിൽ ഫൈറ്റർ പൈലറ്റായിക്കൊണ്ട് ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് യുദ്ധത്തിൽ ഭാഗവാക്കായി. യുദ്ധത്തിന്റെ ഇടയ്ക്ക് ബർമ ഫ്രണ്ടിന് മുകളിൽ 1945 അദ്ദേഹത്തിന്റെ വിമാനം ക്രാഷ് ലാൻഡിംഗ് നടത്തി. വിമാനം തകർന്നു. എന്നാൽ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1947 സിവിൽ ഏവിയേഷൻ വിഭാഗത്തിൽ ജോലി ഉണ്ടായി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1947 അവസ്ഥ വളരെ മോശമായിരുന്നു. ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ വഫാത്ത് 1947 നടന്നത്. എന്നാൽ അവസ്ഥ കാരണം അദ്ദേഹത്തിന് ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 2 ദിവസത്തിനു ശേഷമാണ് കാദിയാനിലെത്തിയത്. ഇദ്ദേഹത്തിന്റെ ചരിത്രപരമായ ജമാഅത്തുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഇദ്ദേഹം എയർഫോഴ്സിലായിരുന്ന സമയത്ത്, പാർട്ടീഷന്റെ സമയത്ത് ജമാഅത്ത് 2 ചെറിയ വിമാനങ്ങൾ ഹദ്റത്ത് മുസ്ലിം മൗദ് വാങ്ങിയിരുന്നു. പൈലറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു. പറയുന്നു, ഒരു രാത്രി എനിക്ക് സന്ദേശം ലഭിച്ചു, മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എന്നെ വിളിച്ചു, പെട്ടെന്ന് വരിക. ഞാൻ അപ്പോൾ തന്നെ കാദിയാനിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി വിമാനത്തിന്റെ ഇൻചാർജ് സാഹിബ്സാദ മിർസ നാസർ അഹമ്മദ് സാഹിബ് ഖലീഫത്തുൽ മസീഹ് സാലിസ് ആ സമയത്ത് സദർ മസ്ജിദ് ഖുദ്ദാമുൽ അഹമ്മദി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു. ഏതായിരുന്നാലും ആ സമയത്ത് ഒരുപാട് സാധനങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. ഇദ്ദേഹം വളരെ താല്പര്യമുണ്ടാകുന്ന ഒരു സംഭവം അദ്ദേഹം എഴുതിയിരിക്കുന്നു. അതിപ്രകാരമാണ്, ഒരു ദിവസം രാവിലെ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു എന്നെ കസ്രെ ഖിലാഫത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇന്ന് വളരെ വിലപിടിപ്പുള്ള, എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നിനക്ക് നൽകുകയാണ്. അത് നീ ലാഹോറിൽ കൊണ്ടുപോകണം. അത് ഷെയ്ഖ് സാഹിബിന് കൈമാറണം. ഈ കാര്യത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ഞാൻ പറയുന്ന അതേ വാക്കുകൾ കൊണ്ട് ഷെയ്ഖ് സാഹിബിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അദ്ദേഹത്തിന് അത് കിട്ടിബോധിച്ചു എന്നുള്ള രസീതും വാങ്ങണം. പിന്നീട് അത് നീ തിരിച്ചു വന്ന് എനിക്ക് നൽകണം. മീർ സാഹിബ് പറയുന്നു, എനിക്ക് അത്ര എന്റെ ബുദ്ധി അത്ര പക്വമായിരുന്നില്ല. ഞാൻ വിചാരിച്ചു, ഒരുപക്ഷെ ഹുസൂർ എനിക്ക് ജമാഅത്തിന്റെ ഏതെങ്കിലും നിധി നൽകുന്നതായിരിക്കും. രത്നങ്ങളും ആഭരണങ്ങളും അടങ്ങിയ ഒരു ബോക്സ് നൽകും. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഖലീഫത്ത് മസ്സാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഒരു പൊടി പടലം പിടിച്ച ഒരു ചെറിയ ബാഗ് നൽകുകയുണ്ടായി. ആ ബാഗ് ക്യാൻവാസിന്റേതായിരുന്നു. അതിന്റെ മുകളിലുള്ള സിബും പൊട്ടിയിരുന്നു. അത് പേപ്പർ കൊണ്ട് നിറഞ്ഞിരുന്നു. അതെന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ വിശുദ്ധ ഖുർആൻ എഴുതിയ തഫ്സീറിന്റെ ഭാഗമാണ്. അത് കുറച്ചു ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കുറച്ചു ഭാഗം ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞു, ഒരു വലിയ ഭാഗം തഫ്സീർ ഇപ്പോഴും എഴുതാൻ ബാക്കിയുണ്ട്. കാരണം എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ മിഷൻ ഈ തഫ്സീറിനെ പൂർത്തിയാക്കുക എന്നതാണ്. അതുകൊണ്ട് എന്റെ ശീലം രാത്രിയാകട്ടെ പകലാകട്ടെ നടക്കുമ്പോഴും മറ്റു ജോലി ചെയ്യുമ്പോഴും വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ഒരായത്തിനെ കുറിച്ച് എന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പുതിയ അർത്ഥം വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അതിനെ ആ പോയിന്റിനെ ഒരു സാധാരണ പേപ്പറിൽ എഴുതി ഈ ബാഗിൽ ഇട്ട് സുരക്ഷിതമാക്കി വെക്കുന്നു. അത് അവശ്യ സമയത്ത് പ്രയോജനപ്പെടുന്നതിനു വേണ്ടി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഈ പേപ്പറുകളിൽ എഴുതിയിരിക്കുന്ന നോട്ടുകൾക്ക് ഒരു
ക്രമം ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു സമ്പാദ്യമാണ്. മീർ സാഹിബ് പറയുന്നു, ഞാൻ ഹുസൂറിൽ നിന്ന് ബാഗ് വാങ്ങി അത് സുരക്ഷിതമാക്കി വെച്ചു. വിമാനത്തിലൂടെ ലാഹോറിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് എയർപോർട്ടിൽ നിന്ന് ഷേഖ് ബഷീർ അഹമ്മദ് സാഹിബിനെ ഫോൺ ചെയ്ത് വിളിപ്പിച്ചു. അദ്ദേഹത്തിന് ഇത് ഏൽപ്പിച്ചു. അദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയതായി എഴുതി വാങ്ങിച്ചു. ഈ സംഭവം വളരെ നീണ്ടൊരു സംഭവമാണ്. എന്നിരുന്നാലും ഇതൊരു ചരിത്ര സംഭവമാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ ഒരു സുപ്രധാനമായ നോട്ട്സ് അദ്ദേഹം കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് ഹദ്റത്ത് മുസ്ലിം മൗദ് പ്രത്യേകമായ താക്കീത് അദ്ദേഹത്തിന് ചെയ്തിരുന്നു. ഏതായിരുന്നാലും 1950 ഹദ്റത്ത് മുസ്ലിം മൗദ് ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് എയർഫോഴ്സിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. അവിടെ അദ്ദേഹം 1965 വരെ എയർഫോഴ്സിൽ ജോലി ചെയ്തു. അവിടെ വിംഗ് കമാൻഡർ സ്ഥാനം വരെ എത്തുകയുണ്ടായി. ഇതിനിടയ്ക്ക് അദ്ദേഹം പല കോഴ്സുകളും ചെയ്തു. ഇംഗ്ലണ്ടിലും ചില കോഴ്സുകൾ ചെയ്തു. 1960 മുതൽ 63 വരെ കൊയ്റ്റയിൽ ആർമി കമാൻഡർ സ്റ്റാഫ് കോളേജിൽ ഇൻസ്ട്രക്ടർ ആയിരുന്നു. അവാർഡ് പ്ലാനിംഗിന്റെ ഇൻചാർജും ആയിരുന്നു. ഇദ്ദേഹം 1953 ഇവിടെ പൈലറ്റിന്റെ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോൾ, ട്രെയിനിങ് ആയി വന്നപ്പോൾ, ഇവിടെ ബഹുമാനപ്പെട്ട ചൗധരി ബാജ്വ സാഹിബ് മിഷണറി ആയിരുന്നു. അദ്ദേഹം തന്റെ ട്രെയിനിങ് പൂർത്തിയാക്കി എനിക്ക് ഫ്ലൈറ്റിൽ തിരിച്ചു പോകാൻ ഏതാനും ദിവസം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ മിഷൻ ഹൌസിൽ ബാജ്വ സാഹിബിന്റെ കൂടെ താമസിച്ചു. ആ സമയത്ത് എനിക്ക് കേണൽ ഡഗ്ലസ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചു. ബാജ്വ സാഹിബ് മുഖേന ബാജ്വ സാഹിബ് അദ്ദേഹത്തിന് എന്നെ പരിചയപ്പെടുത്തി. പറയുന്നു, കേണൽ ഡഗ്ലസ് സാഹിബിന്റെ അടുത്തുപോയി അദ്ദേഹത്തോട് ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വധശ്രമത്തെ കുറിച്ചുള്ള കേസിനെ കുറിച്ച് ചോദിച്ചു. പറയുന്നു, കേണൽ സാഹിബ് പറഞ്ഞു, അന്ന് ഞാൻ ഗുരുദാസ്പൂരിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു. പറയുന്നു, ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് വധശ്രമത്തിനുള്ള കേസ് എന്റെ മുന്നിൽ വരുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിലൊരു സംഭവമുണ്ട്. അതുമുതൽ ഞാൻ താങ്കൾക്ക് കേൾപ്പിക്കാം. ഇത് ക്യാപ്റ്റൻ ഡഗ്ലസ് സാഹിബാണ് പറയുന്നു, ഞാൻ ആ കാലത്ത് ബട്ടാലയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു. ഒരു ദിവസം ഞാൻ അമൃത്സറിൽ നിന്ന് ബട്ടാലയിലേക്ക് ട്രെയിനിൽ തിരിച്ചു വരികയായിരുന്നു. കേണൽ ഡഗ്ലസ് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇതും ഒരു ചരിത്രപരമായ സംഭവമാണ്. ഞാൻ അവസാനത്തെ ബോഗിയുടെ ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അമൃത്സറിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നു, എനിക്ക് ഗുരുദാസ്പൂരിലെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ സന്ദേശം ലഭിച്ചു. എനിക്ക് താങ്കളോട് വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കളെ ബട്ടാല സ്റ്റേഷനിൽ കാണുന്നതാണ്. കേണൽ ഡഗ്ലസ് പറയുന്നു, ഞാൻ ട്രെയിനിൽ ബട്ടാലയിൽ എത്തിയപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഗുരുദാസ്പൂർ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അദ്ദേഹം എന്നെ ട്രെയിനിന്റെ ഏറ്റവും മുന്നിലുള്ള ഫസ്റ്റ് ക്ലാസ് ബോഗിയിൽ അന്വേഷിക്കുന്നുണ്ടാകും. ഞാൻ പെട്ടെന്ന് ട്രെയിനിൽ നിന്നിറങ്ങി പ്ലാറ്റ്ഫോമിന്റെ വരിയോട് കൂടി വളരെ വേഗത്തിൽ നടന്നുകൊണ്ട് ട്രെയിനിന്റെ മുൻഭാഗത്തേക്ക് പുറപ്പെട്ടു. പിന്നീട് കേണൽ ഡഗ്ലസ് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പ്ലാറ്റ്ഫോമിന്റെ ഏകദേശം 2/3 ഭാഗം പിന്നിട്ടപ്പോൾ എന്താണ് കാണുന്നത്? മുന്നിൽ നിന്ന് ഒരാൾ നടന്നു വരുന്നു. ദൃഷ്ടികൾ കീഴ്പോട്ടാണ്. അങ്ങേയറ്റം പ്രകാശിതമായ മുഖം, ആത്മീയമായിട്ടുള്ള മുഖം. അദ്ദേഹത്തിന്റെ മുഖത്ത് അത്തരത്തിലുള്ള ഒരു ആകർഷണം ഉണ്ടായിരുന്നു. എന്റെ ഹൃദയവും തലച്ചോറും പ്രകമ്പനം കൊണ്ടു. കേണൽ സാഹിബ് പറയുന്നു, അദ്ദേഹത്തിന് ലോകത്തോടൊരു താല്പര്യവുമില്ല എന്ന് തോന്നുമായിരുന്നു. അദ്ദേഹം മെല്ലെ മെല്ലെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത്രയും പ്രകാശിതമായ മുഖത്ത് നിന്ന് തന്റെ ദൃഷ്ടികൾ എടുക്കുക എന്നത് എനിക്ക് സാധ്യമായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇമവെട്ടാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ വ്യക്തി എന്റെ മുന്നിലൂടെ കടന്നുപോയി. എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. മെല്ലെ മെല്ലെ തിരിഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം മറുഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം എതിർഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം തന്റെ മുഖം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിലേക്കാകുകയും തിരിഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങുകയും ചെയ്തു. എനിക്ക് അദ്ദേഹത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പറയുന്നു. ആ സമയത്ത് ഇന്ത്യക്കാരനായ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹം തന്റെ കൊടിയും കൊണ്ടുവന്നു. അദ്ദേഹം എന്നെ കണ്ടില്ല.
തിരിഞ്ഞു നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചു. അങ്ങനെ അദ്ദേഹം താഴെ വീണു. തെറ്റ് എന്റേതായിരുന്നു. എന്നാൽ അന്ന് ഇംഗ്ലീഷുകാരുടെ ഭരണമായിരുന്നു. ആ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്നോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, താങ്കളുടെ തെറ്റല്ല, എന്റേതാണ്. ഏതായിരുന്നാൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ശരി, ഈ പോകുന്ന വ്യക്തി ഇദ്ദേഹം ആരാണ് എന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ചു, ഇദ്ദേഹത്തെ താങ്കൾ അറിയില്ല, ഇദ്ദേഹം കാദിയാനിലെ മിർസ സാഹിബാണ് പറയുന്നു. ആ സമയത്ത് ഞാൻ വികാരഭരിതനായി വളരെയധികം പ്രചോദിതനായിരുന്നു. അത്തരത്തിലുള്ള പ്രകാശപൂരിതമായ ഒരു മുഖം ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിക്കൽ പോലും കണ്ടിരുന്നില്ല. ഈ സ്വാധീനം എന്നിൽ വളരെ കാലം നീണ്ടുനിന്നു. പിന്നെ മെല്ലെ മെല്ലെ മറന്നുപോയി പറയുന്നു. പിന്നീട് ഞാൻ ജഡ്ജിയായി നിശ്ചയിക്കപ്പെട്ടു വന്നപ്പോൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫയൽ വന്നപ്പോൾ അപ്പോൾ ഞാൻ കണ്ടു ഫയൽ പൂർണ്ണമാണ്. കേസ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ശരിയായ രീതിയിലാണ്. അതിൽ ഒരു ന്യൂനതയും ഇല്ല. കുറ്റാരോപിതന് ശിക്ഷ എന്തായാലും നൽകേണ്ടതായി വരും പറയുന്നു. എന്നാൽ ഞാൻ ഇത് വായിച്ചപ്പോൾ കുറ്റാരോപിതൻ മിർസ ഗുലാം മുഹമ്മദ് ഓഫ് കാദിയാനാണ്. എന്നിൽ ഒരു വലിയ ശക്തമായ പ്രകമ്പനമുണ്ടായി. എന്റെ ഹൃദയത്തിൽ അനേകം വർഷം മുമ്പുള്ള ആ പഴയ സംഭവം ഓർമ്മ വന്നു. ഏതൊരു മുഖമാണോ ഞാൻ ബട്ടാലിലെ സ്റ്റേഷനിൽ ഏതാനും വർഷം മുമ്പ് കണ്ടത്, അതൊരിക്കലും തന്നെ ഈ പ്രവൃത്തി ചെയ്യും എന്ന് അംഗീകരിക്കാൻ എന്റെ ഹൃദയം തയ്യാറായില്ല. എന്നല്ല, അങ്ങനെ ചിന്തിക്കുക പോലുമില്ല പറയുന്നു. ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു, തുടർച്ചയായി പ്രയാസപ്പെട്ടു. പല പ്രാവശ്യം ഞാൻ ആ ഫയലുകളിൽ നിന്ന് തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിച്ചു, എന്നാൽ വിജയിക്കാൻ സാധിച്ചില്ല. ഈ പ്രയാസകരമായ അവസ്ഥയിൽ ഞാൻ ഇംഗ്ലീഷുകാരനായ DSPയെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തോട് കേസിനെ കുറിച്ച് അഭിപ്രായമാരായാൻ DSPയോട് ചോദിച്ചു. അബ്ദുൽ ഹമീദ് ആരെയാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ ആരോപണം ഉന്നയിച്ചത്, അയാളെ കൊലപാതകം നടത്താനായി അബ്ദുൽ ഹമീദ് പോലീസിന്റെ കൈകളിലാണോ അതോ ചർച്ചിന്റെ അടുത്താണോ? ഈ എന്റെ ചോദ്യത്തിന് മുന്നിൽ എന്റെ ഇംഗ്ലീഷുകാരനായ DSP ഞെട്ടി. കാരണം അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി പോലീസ് ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. കാരണം പോലീസ് അബ്ദുൽ ഹമീദിനെ തങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചില്ല, മറിച്ച് ചർച്ചിന്റെ പക്കൽ തന്നെ വെച്ചു പറയുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പോയി. കുറച്ചു സമയത്തിന് ശേഷം ഇംഗ്ലീഷുകാരനായ DSP തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ തെറ്റ് സംഭവിച്ചു. ഞങ്ങൾ അബ്ദുൽ ഹമീദിനെ ചർച്ചിന്റെ പക്കൽ തന്നെ വിട്ടു. ഇപ്പോൾ ഞങ്ങൾ ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കേസ് തികച്ചും വ്യാജമാണ് എന്നും താൻ ചർച്ചിൽ നിന്ന് പണം വാങ്ങുന്നതിന് വേണ്ടി ദുരാഗ്രഹം കൊണ്ട് ഈ കഥ ഉണ്ടാക്കിയതാണ് എന്നും അയാൾ അംഗീകരിക്കുന്നു. അങ്ങനെ കേസ് നടന്നു. എല്ലാ സാക്ഷ്യങ്ങളും കേട്ടതിനു ശേഷം അതായത് കേണൽ ഡഗ്ലസ് സാഹിബ് പറയുന്നു, ഞാൻ മിർസ സാഹിബിനെ ബഹുമാന പുരസ്സരം മോചിപ്പിച്ചു. വിധി കേൾപ്പിച്ചതിനു ശേഷം ഞാൻ മിർസ സാഹിബിനോട് പറഞ്ഞു, അഥവാ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കേസ് നൽകിയവർക്കെതിരിൽ താങ്കൾക്ക് നഷ്ടപരിഹാരത്തിന് കേസ് നൽകാം. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ കേസ് അള്ളാഹുവിന്റെ പക്കലാണ്, എനിക്ക് ഒരു നഷ്ടപരിഹാരവും വേണ്ട. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ 2 ചരിത്ര സംഭവങ്ങൾ. അത് ഒന്ന് പാർട്ടീഷന്റെ സമയത്ത് വസ്തുക്കൾ കൊണ്ടുവന്നത്, മറ്റൊന്ന് കേണൽ ഡഗ്ലസിന്റെ സംഭവം. ഈ സംഭവത്തിന്റെ മറ്റു കാര്യങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാൽ ഈ സംഭവം ഒരുപക്ഷെ കുറച്ചുപേർ മാത്രമേ കേട്ടിരിക്കുകയും വായിച്ചിരിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഹദ്റത്ത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഏറ്റവും മൂത്ത മകനായിരുന്നു. അതുകൊണ്ട് ഖിലാഫത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അതിൽ സഹാബിയുടെ മൂത്ത മകൻ എന്ന നിലയിൽ മെമ്പറുമായിരുന്നു. ഖിലാഫത്തെ സാലിസ റാബിയ ഖാമിസായിൽ ഖിലാഫത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ പങ്കെടുത്തു. അദ്ദേഹം ഇതാണ് പറയുന്നത്, തിരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ള വികാരവും ചിന്തയും കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. ഖിലാഫത്ത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. കാരണം ചില സമയത്ത് മനുഷ്യൻ മറ്റൊന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യും. എന്നാൽ ആരെയാണോ അള്ളാഹു ഖലീഫയാക്കാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിലേക്ക് ഹൃദയത്തിൽ ആഹ്വാനം ചെയ്യിപ്പിക്കുന്നു. വളരെ നല്ല ദുആ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ നിശബ്ദനായി ദുആ ചെയ്യുന്ന വ്യക്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും മുഹബ്ബത്തും അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകൾ എഴുതുന്നു. അള്ളാഹുവിനോടും റസൂൽ തിരുമേനിയോടും ഗഹനമായ സ്നേഹമായിരുന്നു. എന്നോടും ഇതാണ് പറഞ്ഞിരുന്നത്, അള്ളാഹുവിന്റെ മഹത്വം എല്ലാ ദിവസവും അറിയാനായി പരിശ്രമിക്കുക. കേവലം ആചാരപരമായ ഇബാദത്ത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. വീണ്ടും അവർ എഴുതുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ
പരിശുദ്ധമായ ജീവചരിത്രം വായിക്കുമ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും. വളരെ സ്നേഹത്തോടും വികാരത്തോടും കൂടി റസൂൽ തിരുമേനിയുടെ ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവരിക്കുമായിരുന്നു. പറയുന്നു, ഭൗതിക ഇടപാടുകൾ ആണെങ്കിൽ കൂടി നിന്നോ ഇരുന്നോ ഏത് അവസ്ഥയിലും, ഭൗതിക ഇടപാടുകളാണെങ്കിൽ കൂടി നീന്തലോ നടത്തമോ ഉലാത്തലോ എന്താണെങ്കിലും എപ്പോഴും ദിക്റയിലാഹിയും ദൈവസ്മരണയിലും മുഴുകും. പിതാവ് എന്ന നിലയിൽ വളരെ നല്ല സ്നേഹമുള്ള പിതാവായിരുന്നു. കുട്ടികളെ ശ്രദ്ധിച്ചു, കുട്ടികളുടെ കാര്യങ്ങൾ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഖിലാഫത്തിനോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും വളരെ ദൃഢമായിരുന്നു. എന്നോടും ഖിലാഫത്തിനു ശേഷം അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ ബന്ധം പുലർത്തി. അത് വർദ്ധിപ്പിച്ചു. വലിയ ആത്മാർത്ഥതയും കൂറും പ്രകടിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്തോടുകൂടി പെരുമാറുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കൾക്കും ഇദ്ദേഹത്തിന്റെ നന്മയിൽ നിലനിൽക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട മഹ്മൂദ ബേഗം സാഹിബ ചൗധരി മുഹമ്മദ് സലീഖ് സാഹിബ് ഭട്ടിയുടെ ഭാര്യയുടേതാണ്. അവർ നമ്മുടെ മുബല്ലിഗെ സിൽസില നൈജർ അസ്ഗർ അലി ഭട്ടി സാഹിബിന്റെ മാതാവാണ്. ഇവർ ജൂലൈ 16 73 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരുടെ കുടുംബത്തിൽ അഹമ്മദിയത്ത് 1928 വന്നത്. ഇവരുടെ പിതാമഹൻ ചൗധരി ജഫർ അഹമ്മദ് സാഹിബ് മർഹൂം അഹമ്മദിയത്ത് സ്വീകരിച്ചു. ഇവരുടെ മകൻ എഴുതുന്നു, ഇവർ മിതവ്യയത്തോടും സ്വയം പര്യാപ്തതയോടും കൂടി ജീവിതം കഴിച്ചുകൂട്ടി. ആദരയുക്തമായ ഭയം ഉളവാക്കുന്ന സ്വയം കാര്യങ്ങൾ നോക്കുന്ന വനിതയായിരുന്നു. മുഴുവൻ ജീവിതവും ക്ഷമയോടും ഇബാദത്തോടും കൂടി കഴിച്ചുകൂടി. ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. ജമാഅത്തി പ്രവർത്തനങ്ങളെ മുന്നിട്ട് ഭാഗവാക്കാകുമായിരുന്നു. അങ്ങേയറ്റം സാധാരണക്കാരിയായ ദരിദ്രരെ പരിഗണിക്കുന്ന വനിതയായിരുന്നു. നമസ്കാരത്തോടും വിശുദ്ധ ഖുർആാനോടും ഇഷ്കായിരുന്നു. രാവിലെ 3 മണിക്ക് തഹജ്ജുദിനായി ഇടവിടാതെ എഴുന്നേൽക്കുമായിരുന്നു. പറയുമായിരുന്നു, തഹജ്ജുദ് ഞാൻ വിവാഹത്തിന് മുമ്പ് ആരംഭിച്ചതാണ്. ഞാൻ അലസത കൊണ്ട് തഹജ്ജുദ് ഉപേക്ഷിച്ചതായി എനിക്ക് ഒരിക്കലും ഓർമ്മയില്ല. പറയുന്നു, പ്രാതലിനു വേണ്ടിയുള്ള ജോലികൾ പെട്ടെന്ന് ചെയ്ത് ഇഷ്റാഖ് നമസ്കാരത്തിനായി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഇവരുടെ ഭർത്താവ് 28 വർഷം വരെ തന്റെ ജമാഅത്തിന്റെ സദറായിരുന്നു. അപ്പോൾ വരുന്ന അതിഥികളുടെ സേവനത്തിൽ വളരെ താല്പര്യത്തോടുകൂടി ഈ അതിഥി സൽക്കാരം നടത്തി. മകൻ എഴുതുന്നു, സാമ്പത്തിക സ്ഥിതി അല്ലാതിരുന്നിട്ടും ദരിദ്രരെ സഹായിക്കുമായിരുന്നു. അഥവാ ഏതെങ്കിലും പ്രയാസമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഉണ്ടായാൽ നമസ്കരിക്കാൻ തുടങ്ങുമായിരുന്നു. പ്രയാസമുണ്ടായിട്ടും മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി തന്റെ ആഭരണങ്ങളും മൃഗങ്ങളെപ്പോലും വിറ്റു, വളർത്തുമൃഗങ്ങളെപ്പോലും വിറ്റു. തന്റെ സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും മരണത്തിന്റെ ദുഃഖം സഹിക്കേണ്ടതായി വന്നു. എന്നാൽ ഒരിക്കലും തന്നെ ഒരു വിധത്തിലുള്ള പരാതിയും പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇവരുടെ 2 പേരക്കുട്ടികളും വഫാത്താവുകയുണ്ടായി. മർഹൂമ മൂസിയ ആയിരുന്നു. ദുഃഖിതരിൽ ഭർത്താവിനെ കൂടാതെ 2 പെൺമക്കളും 6 ആൺമക്കളുമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ മകൻ അസ്ഗർ അലി ഭട്ടി ഈ സാഹിബ് നൈജറിൽ മിഷണറിയാണ്. ഇദ്ദേഹത്തിന്റെ തബ്ലീഗ് മൈതാനത്തുള്ള തിരക്കുകൾ കാരണം ജനാസയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അള്ളാഹു മർഹൂമയുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഇവരുടെ മക്കൾക്ക് ഉള്ള എല്ലാ ദുആകളും സ്വീകരിക്കുമാറാകട്ടെ. ഇവരുടെ മക്കൾക്കും ഇവരുടെ നന്മകൾ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله.
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر